ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നവര റൈസ് പൗഡർ വെച്ചിട്ടുള്ള ഒരു നാച്ചുറൽ ഫേഷ്യലാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് പച്ച പശുവിൻ പാലാണ് കേട്ടോ. പശുവിൻ പാൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അടുത്തതായി വേണ്ടത് നമുക്കൊരു മസാജിങ് ഓയിലാണ്. ഏത് മസാജിങ് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഓയിലാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ട സ്ക്രബാണ്. നവര റൈസ് പൗഡറും അതുപോലെ പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പച്ചപ്പാലാണ്, നല്ല തിക്ക് പേസ്റ്റായിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. അടുത്തതായിട്ട് മെയിനായിട്ട് വേണ്ടത് നവര കിഴിയാണ്. പാലും നവര അരിയും കൂടി മിക്സ് ചെയ്ത് വേവിച്ചതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളവും ആവശ്യമായിട്ടുള്ള 2 വൈപ്പിംഗ് ടിഷ്യൂവും കൂടിയാണ് കേട്ടോ. ഇതുപോലെ മുടി കവർ ചെയ്ത ശേഷം ഇതുപോലെ ടവൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പാൽ വെച്ചിട്ട് ഫേസ് 2 മിനിറ്റ് ക്ലെൻസ് ചെയ്യാം. ഡ്രൈ സ്കിന്നുള്ളവർ റെഗുലറായിട്ട് പാൽ വെച്ചിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. അതിനുശേഷം വൈപ്പിംഗ് ടിഷ്യൂ ഇട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ വെച്ചിട്ട് പാലിൽ ഡിപ്പ് ചെയ്ത് മുഖത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇതിപ്പോൾ കൈ വെച്ചിട്ട് മസാജ് ചെയ്ത് ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്കും സ്കിന്ന് ഒന്നുകൂടി ബെറ്റർ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്ലെൻസ് ചെയ്യുക കേട്ടോ. ഡ്രൈ സ്കിന്നുള്ളവർ എന്നും പാൽ വെച്ചിട്ട് മാത്രം ഫേസ് മസാജ് ചെയ്യുന്നത് സ്കിന്ന് ഗ്ലോ ചെയ്യാനും അതുപോലെ ഡ്രൈനെസ് മാറാനും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. 2 മിനിറ്റോളം ക്ലെൻസ് ചെയ്ത ശേഷം നമുക്ക് വൈപ്പിംഗ് ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കാം. വൈപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ണ് ഫസ്റ്റ് തുടച്ചെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇരിക്കുന്നതൊക്കെ കണ്ണിലോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ക്രബാണ് കേട്ടോ. ഫേസ് നന്നായിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. ഫേസ് അതുപോലെ തന്നെ നെക്കും അവോയ്ഡ് ചെയ്യാതെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസൊക്കെ റിമൂവ് ആയി സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനും അതുപോലെ തന്നെ സ്കിന്നിലെ റഫ്നെസ് മാറാനും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. ഈ ഒരു ഫേഷ്യൽ നമുക്ക് മാസത്തിൽ 2-3 തവണ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ പാൽ അവോയ്ഡ് ചെയ്തതിന് ശേഷം നവര റൈസ് വേവിക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാൻ ശ്രമിക്കുക. സ്ക്രബ് ചെയ്ത ശേഷം ജസ്റ്റ് ഒരു സ്റ്റീം കൊടുക്കുന്നതായിട്ട് നമുക്ക് ടവലിൽ നന്നായിട്ട് ചൂടാക്കി ഇങ്ങനെ ഫേസിൽ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് ആവി കൊടുക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ആവി കൊടുക്കുന്നില്ല. എൻ്റെ ഫേസിൽ അത്രയും പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് ആവി കൊടുക്കാതെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് നന്നായിട്ടൊരു ആവി സ്റ്റീമർ വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റീം കൊടുക്കാവുന്നതാണ് കേട്ടോ. നവര അരി വെച്ചിട്ടുള്ള ഫേഷ്യൽ നമുക്ക് റെഗുലറായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒട്ടിയ കവളൊക്കെ ഉള്ളവർക്ക് കവള നന്നായിട്ട് തൊടുക്കാനും മുഖത്ത് വണ്ണം വയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് 2 മിനിറ്റോളം നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കാം. വൈപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞാലും മതി കേട്ടോ. ഈ നവരപ്പൊടിയുടെ ഇത് ഫേസിൽ നിന്ന് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് മാക്സിമം നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ട് തുടച്ചാണ് എടുക്കുന്നത്. സ്ക്രബ് കൊടുത്തതിന് ശേഷം തന്നെ സ്കിന്ന് നന്നായിട്ടൊന്ന് ക്ലീനായി ഒന്ന് ജീവൻ വെച്ചതുപോലെ നമുക്ക് മനസ്സിലാവും. അടുത്തത് നമുക്ക് മസാജിങ് ആണ് കേട്ടോ. നന്നായിട്ട് ഫേസിൽ ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ് വരെ മസാജ് കൊടുക്കാം. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഒരു 2 മിനിറ്റ് മസാജ് കൊടുത്താൽ മതിയാവും. അതുപോലെ നോർമൽ സ്കിന്നുള്ളവരാണെങ്കിൽ ഒരു 5 മിനിറ്റോ അധികം കൊടുക്കണ്ട, 5 മിനിറ്റ് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് ഡ്രൈ സ്കിന്നുള്ളവർ ഒരു 10 മിനിറ്റ് നമുക്ക് മസാജ് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മസാജ് ചെയ്യുന്ന ഓയിൽ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അതിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ എൻ്റെ ചാനലിൽ കയറി കണ്ടാൽ മതി കേട്ടോ. ഈ ഒരു ഓയിൽ സ്കിന്ന് നല്ല ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിലെ മാർക്സ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് സ്കിന്ന് സോഫ്റ്റ് ആവാനും പറ്റിയൊരു ഓയിലാണ്. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നൊരു ഓയിലാണ് കേട്ടോ. നന്നായിട്ട് മസാജ് കൊടുക്കുക. ഈ സ്കിന്നിൽ കാണുന്നത് പോലെ നന്നായിട്ട് മസാജ് കൊടുക്കണം കേട്ടോ. ഓയിലി സ്കിന്നുള്ളവരും പെട്ടെന്ന് പിമ്പിൾസ് വരുന്നവരുമാണെങ്കിൽ കുറച്ച് 1-2 ഡ്രോപ്സ് ഓയിൽ മാത്രം വെച്ചിട്ട് മസാജ് ചെയ്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത ശേഷം നമുക്ക് നവര കിഴി വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. മസാജ് ചെയ്യുന്ന സമയത്ത് ആ കിഴി ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അകത്തുള്ളത് ഒരു ജെൽ രൂപത്തിൽ പുറത്തേക്ക് വന്ന് ആ പാലുമായിട്ട് മിക്സ് ആയിട്ട് ഒരു മസാജ് ക്രീം പോലെ ആവും. അപ്പോഴാണ് നമുക്ക് നന്നായിട്ടൊരു റിസൾട്ട് കിട്ടുക. ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കണം കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും. നന്നായിട്ട് തിളച്ച പാലിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കിഴി ഡിപ്പ് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പോൾ പാല് നന്നായിട്ടൊന്ന് തണുത്തെന്ന് വെച്ചാൽ ഒരു ഫേസിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നൊരു ചൂടിലാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും നമ്മൾ മസാജ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ കിഴി ഫേഷ്യൽ ചെയ്യുന്നത് നമുക്ക് ഫേസ് നല്ല ഗ്ലോ ചെയ്ത് സ്കിന്ന് ക്ലിയർ ആവാനും നല്ലതാണ്. ഇപ്പോൾ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഗ്ലോ ആവും. അടുത്തതായിട്ട് നമുക്ക് ഒരു പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. പാക്കിനായിട്ട് ഞാൻ എടുക്കുന്ന സെയിം നവരരി പൗഡറിൽ കൂടി പാല് വെച്ചിട്ടും മിക്സ് ചെയ്തതിന് ശേഷം അതിൽ 1-2 ഡ്രോപ്സ് ഹണി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഹണി എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ഹണി കൂടി ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഇത് ഫേസിൽ നെക്കിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് ഫേസിൽ വെക്കേണ്ടതാണ് കേട്ടോ. നല്ല തിക്കായിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഞാൻ ഈ നവരരി പൗഡർ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. നവർ റൈസ് ഇട്ട് ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചും കൂടി എളുപ്പമാണ് ഈ പൗഡർ വെച്ചിട്ട് ഫേഷ്യൽ ചെയ്യുന്നത്. കാരണം നമുക്കത് പാക്കായിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പം ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ